പശ്ചിമേഷ്യ വീണ്ടും സമാനതകളില്ലാത്ത ഒരു യുദ്ധഭീതിയുടെ നിഴലിൽ അമർന്നിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട ശീതയുദ്ധം ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ സംഘർഷത്തിന്റെ ഏറ്റവും ഭയാനകമായ വശം ഇത് കേവലം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. സമാധാനത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ തീപ്പൊരികൾ വീഴുന്നത്. അമേരിക്കയുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പകരമായി ഇറാൻ അഴിച്ചുവിട്ട മിസൈൽ, ഡ്രോൺ വർഷങ്ങൾ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ സുരക്ഷയെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെയും മാനുഷിക ദുരന്തത്തിന്റെയും വക്കിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ 6ാം ദിവസത്തെ വ്യോമാക്രമണങ്ങളാണ് നിലവിലെ പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കിയത്. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിലാണ് അമേരിക്കൻ സേന ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തുറമുഖങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രധാന പാലങ്ങൾ എന്നിവ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തളർത്തുക എന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളെ വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനു മുന്നിൽ നിശബ്ദരായിരിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ മണ്ണിൽ വീഴുന്ന ഓരോ ബോംബിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനത്തോടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളെയാണ് ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സിറിയയിലെ അമേരിക്കൻ കമാൻഡ് കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തിയതായി IRGC അവകാശപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്ക ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. എങ്കിലും ഈ നീക്കങ്ങൾ വ്യക്തമാകുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലുടനീളം അമേരിക്കൻ താൽപ്പര്യങ്ങളെ ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ പുതിയ സൈനിക തന്ത്രമെന്നാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ളതുകൊണ്ട് മാത്രം യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട അവസ്ഥയിലാണ് പല ഗൾഫ് രാജ്യങ്ങളും. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് നേരെയാണ് പ്രധാനമായും ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യങ്ങൾ മിക്ക ആക്രമണങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്നത് ആശ്വാസകരമാണ്. എങ്കിലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും സാധാരണക്കാർക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. ഖത്തറിൽ മിസൈൽ തകർത്തതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു കുട്ടിക്ക് പരിക്കേറ്റ സംഭവം യുദ്ധത്തിന്റെ നിരപരാധികളായ ഇരകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ബഹ്റൈനിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഭീതിജനകമായിരിക്കുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങിയതോടെ രാജ്യത്തുടനീളം വലിയ പരിഭ്രാന്തി പരന്നു. ജനങ്ങളോട് എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ബങ്കറുകളിലേക്കും മാറാൻ ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. കുവൈറ്റും സമാനമായ രീതിയിൽ ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടുകയും അവയെ നിർവീര്യമാക്കുകയും ചെയ്തു. യുദ്ധവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്നിട്ടും വിദേശ സൈനിക താവളങ്ങൾക്ക് ആതിഥ്യമരുളുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഭയത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ യഥാർത്ഥ ആയുധങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതും നാശം വിതയ്ക്കുന്നതും വ്യാജ വാർത്തകളാണ്. ജനങ്ങളിൽ ഭയം ജനിപ്പിക്കാനും സാമ്പത്തിക സുസ്ഥിരത തകർക്കാനും ഇത്തരം വാർത്തകൾ പലപ്പോഴും ബോധപൂർവം ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ദുബായിലെ ഡൗൺ ടൗണിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്ന പേരിൽ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച വാർത്ത. ലോകത്തിലെ തന്നെ സുരക്ഷിതമായ നഗരങ്ങളിലൊന്നായും വലിയൊരു സാമ്പത്തിക കേന്ദ്രമായും അറിയപ്പെടുന്ന ദുബായിൽ ഇത്തരമൊരു സംഭവം നടന്നു എന്ന വാർത്ത ആഗോള നിക്ഷേപകർക്കിടയിലും പ്രവാസികൾക്കിടയിലും വലിയ ഞെട്ടലുണ്ടാക്കി. എന്നാൽ ഈ വാർത്ത പൂർണ്ണമായും വ്യാജമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമാക്കി ഗവൺമെന്റ് ഓഫ് ദുബായ് മീഡിയ ഓഫീസ് ഉടനടി രംഗത്തെത്തി. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്ന GDMOയുടെ അഭ്യർത്ഥന ഈ അവസരത്തിൽ ഏറെ പ്രസക്തമാണ്. യുദ്ധത്തിന്റെ ഭീകരതയ്ക്കൊപ്പം തന്നെ ഇത്തരം വ്യാജ വിവരങ്ങൾ സൃഷ്ടിക്കുന്ന മാനസികമായ ആഘാതവും വളരെ വലുതാണ്. അമേരിക്ക ഇറാൻ സംഘർഷം കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരാഗോള പ്രശ്നമാണ്. ഇതിന്റെ പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ്. സംഘർഷം രൂക്ഷമായതോടെ ഈ വഴിയുള്ള കപ്പൽ ഗതാഗതം വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ആഗോള എണ്ണ വിപണിയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എണ്ണ വിതരണ സുരക്ഷ ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു വിഷയമായി മാറിയെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാത്തിഹ് ബിറോൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്ഥിതിഗതികളിൽ അയവ് വന്നില്ലെങ്കിൽ ലോകം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. എണ്ണവിലയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ് ആഗോളതലത്തിൽ വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. വികസ്വര
രാജ്യങ്ങളെയാകും ഇത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക. യുദ്ധം നീണ്ടുപോകുന്ന ഓരോ ദിവസവും ആഗോള സാമ്പത്തിക ഭദ്രത കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സൈനിക ഏറ്റുമുട്ടൽ ആർക്കും വലിയ നേട്ടങ്ങൾ കൊണ്ടുവരില്ല എന്ന് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഷങ്ങളായുള്ള വികസനവും സമാധാനവുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതവും ഉപജീവനവും ഈ മേഖലയുടെ സുസ്ഥിരതയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിർത്തികളിൽ ആയുധങ്ങൾ കൊണ്ടുള്ള സംഭാഷണങ്ങൾ അവസാനിപ്പിച്ച് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും മടങ്ങേണ്ടത് ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ സജീവമായി ഇടപെടുകയും ഇരുപക്ഷത്തെയും ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരികയും ചെയ്തില്ലെങ്കിൽ ഈ സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഊർജ്ജ സുരക്ഷയുടെയും കൂടി അടിത്തറയാണ്. ആയുധങ്ങൾ താഴെവെക്കാനും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പാത തെരഞ്ഞെടുക്കാനും ലോക നേതാക്കൾ തയ്യാറാകുമെന്ന പ്രത്യാശയിലാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. സമാധാനത്തിന്റെ പുലരി ഗൾഫ് മേഖലയിൽ എത്രയും വേഗം വീണ്ടും ഉദിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.